നമസ്കാരം. ഞാൻ ഡോക്ടർ ചിക്കു മാത്യു, കാരിത്താസ് ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റാണ്. നമ്മൾ മാതാപിതാക്കളുടെ എല്ലാം സ്ഥിരമായിട്ടൊരു ഡയലോഗാണ്, അവനൊന്നും പറഞ്ഞ് അനുസരിക്കുന്നില്ല, എപ്പോഴും ദേഷ്യമാണ്, എങ്ങനെയാണ് ഈ കൊച്ചിനോട് മിണ്ടേണ്ടത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളോട് സംസാരിക്കേണ്ടത്? ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഐ ലെവലിൽ നിന്നുകൊണ്ട് വളരെ ക്രിസ്പ്, കൺസൈസ് ആൻഡ് വെരി ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇച്ചിരി മുതിർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ വിശദീകരിച്ച് പറയുന്നതിന് പകരം ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കുക, വളരെ കൺസൈസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഉപദേശങ്ങൾ ഒരുപാട് ആവരുത്, വളരെ ക്രിസ്പായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുക. മാതാപിതാക്കളുടെയും കുട്ടികളുടെ ഇടയിൽ ഒരു ചെറിയ ഫ്രിക്ഷൻ ഉണ്ടാവാൻ പലപ്പോഴും കാരണമായിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വിചാരിക്കുന്ന പോലെ, മാതാവല്ലേ പിതാവ് വിചാരിക്കുന്ന പോലെ, ഞാൻ ചിന്തിക്കുന്നത് പോലെ എൻ്റെ ഇഷ്ടപ്രകാരം കുട്ടികൾ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയാണ്. അപ്പോൾ ഇത് പാടില്ല. നമ്മുടെ കുട്ടികളുടെ കേപ്പബിലിറ്റീസ്, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്കിൽസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം അവരോട് നമ്മൾ സംസാരിക്കാൻ. ഇനി ചില കാര്യങ്ങൾ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കഴിയുമ്പോൾ അനുസരിക്കണമെന്നില്ല. അപ്പോൾ അവരെ കുറ്റപ്പെടുത്താതെ, ദേഷ്യം കാണിക്കാതെ, ചെറിയ നർമ്മരസത്തിൽ, ഹ്യൂമർ സെൻസ് ഉപയോഗിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ കൊച്ചിനെ ഹേർട്ടാവില്ല, കാര്യങ്ങൾ ഇച്ചിരി ഉഷാറായിട്ട് ചിലപ്പോൾ കുട്ടികൾ ചെയ്യാൻ തുടങ്ങും. എന്നാൽ ഈ ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാർക്കസം ആവരുത്. എല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ കൊച്ചിനെ മുന്നിലോട്ട് വിളിച്ചു നിർത്തി ഇവൻ അത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒരു പരിഹസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഴിവിട്ട് പോകരുത്. ഇനി കുട്ടികൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരും. അപ്പം മിക്കവാറും നമ്മളെല്ലാവരും തന്നെ ചാടിക്കേറി ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് പാടില്ല. കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ എത്ര സാവധാനത്തിലാണെങ്കിലും എത്ര സ്ലോ ആയിട്ടാണെങ്കിലും നമ്മുടെ കുട്ടി പറയുന്നതെങ്കിലും അത് കേൾക്കാൻ ഒരു ക്ഷമ, ഒരു മനസ്സ് കാണിക്കുക. മുഴുവനായിട്ട് അത് കേട്ടതിന് ശേഷം നമ്മൾ സൊല്യൂഷൻസ് പറയുക. നമുക്ക് എന്താണ് കാര്യം മനസ്സിലായത്, കുട്ടിക്ക് എന്താണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അവൻ പഠിച്ച പാഠം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. 3-4 സൊല്യൂഷൻസ് കൊടുത്തതിന് ശേഷം കുട്ടിയോട് അത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുക. കുട്ടിക്ക് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറയുക. കുറച്ച് സമയം കൊടുക്കുക. എന്നാൽ ആ ടൈം ലൈനിന് അപ്പുറമായിട്ടും കുട്ടി കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നില്ല, ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം കണ്ടുപിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്താതിരിക്കുക. നേരെ തിരിച്ച് വീണ്ടും ഹ്യൂമർ കലർത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് ഒരു ഓപ്പൺ സ്പേസ് ഫോർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. കുട്ടി കുറച്ചും കൂടെ നമ്മുടെ അടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങുന്നു. പലതരത്തിലുള്ള പാരൻറ്റിങ് പ്രാക്ടീസസ് ഉണ്ട്, 4-5 തരത്തിലുണ്ട്. ഇതിൽ ഒന്ന് ഇൻസ്റ്റിങ്ക്റ്റീവ് പാരൻറ്റിംഗ് ആണ്. അതായത് ഞാൻ വളർന്ന സാഹചര്യത്തിൽ തന്നെ എൻ്റെ കുട്ടീനെ ഞാൻ വളർത്താൻ ശ്രമിക്കുന്നു. പണ്ടത്തെ ഒരു ക്ലീഷേ ഡയലോഗാണ്, ഞാൻ മണ്ണെണ്ണ വെളിച്ചത്തിൻ്റെ കീഴിലിരുന്നാണ് പഠിച്ചത്, നിനക്ക് എന്തുമാത്രം സൗകര്യങ്ങളുണ്ട്, നീയും അതേ തരത്തിൽ തന്നെ വളരണം എന്നുള്ളത്. ഇതിൽ ഒരു പരിധിവരെ ഉപയോഗങ്ങളുണ്ട്. ജീവിത മൂല്യങ്ങളും ലൈഫ് സ്കിൽസും ഒക്കെ കുട്ടി പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കും. പക്ഷേ ഇത്തരത്തിലൊരു പാരൻറ്റിങ് പ്രാക്ടീസ് വഴി വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അണുകുടുംബ വ്യവസ്ഥിതിയിൽ താമസിക്കുന്ന നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ളൊരു പാരൻറ്റിങ് പ്രാക്ടീസിൽ കുട്ടികൾക്ക് ചെറിയ വിഷമങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ള വിഷമങ്ങൾ അവന് തുറന്നു പറയാൻ ഒരു സ്പേസ് കിട്ടുന്നില്ല. അവൻ്റെ സമപ്രായക്കാരായ കൂട്ടുകാരോ കസിൻസോ ഒന്നും ആ വീട്ടിലില്ല. അപ്പോൾ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഉള്ളിൽ ഒതുക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണലൈസ് ചെയ്യാം. ഇതുവഴിയും കുറേ പ്രശ്നങ്ങൾ ചിലപ്പോൾ കുട്ടിക്ക് അനുഭവിക്കാം. അപ്പോൾ ഇത് നല്ലൊരു പാരൻറ്റിങ് പ്രാക്ടീസ് അല്ല. ഇനി രണ്ടാമത്തേത് അതോറിറ്റേറിയൻ പാരൻറ്റിങ് പ്രാക്ടീസ് ആണ്. ഇത്തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈലിൽ വളരുന്ന ഒരു കുട്ടിക്ക് നിയന്ത്രണങ്ങളും നിയമങ്ങളും മാത്രമേ ഉള്ളൂ. അവിടെ സ്നേഹമില്ല, സ്വാതന്ത്ര്യമില്ല. അപ്പൻ അല്ലെങ്കിൽ അമ്മ പറയുന്ന കാര്യം അതേപടി അനുസരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈലാണിത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ മാനസികമായിട്ടും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇച്ചിരി മുതിർന്നു കഴിയുമ്പോൾ, കുട്ടി പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യം മിസ്യൂട്ടിലൈസ് ചെയ്യാനും ഒരു സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈൽ വഴി. മൂന്നാമത്തേത് പെർമിസീവ് പാരൻറ്റിംഗ് ആണ്. വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുട്ടി എന്ത് ആവശ്യപ്പെടുന്നുവോ അതെല്ലാം പേരൻസ് നടത്തി കൊടുക്കുന്നു. നോ എന്നൊരു വാക്കിന് അവിടെ പ്രസക്തിയില്ല. കുട്ടി എന്ത് ആവശ്യപ്പെട്ടാലും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യമുള്ള ഒരു സർക്കംസ്റ്റാൻസിൽ വളരുന്ന ഒരു കുട്ടിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. നാലാമത്തേത് നെഗ്ലക്ട്ഫുൾ പാരൻറ്റിംഗ് പ്രാക്ടീസ് ആണ്. കുട്ടിക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല, സ്നേഹമില്ല, നിയമങ്ങളില്ല, ശകാരങ്ങളുമില്ല. കുട്ടി അവൻ്റേതായിട്ടുള്ള രീതിയിൽ വളർന്നു വരുന്നു. അഞ്ചാമത്തേതാണ് ഏറ്റവും നല്ല പാരൻറ്റിംഗ് പ്രാക്ടീസ്, അതോറിറ്റേറ്റീവ് പാരൻറ്റിംഗ് സ്റ്റൈൽ. ഇതിൽ കുട്ടിക്ക് സ്നേഹമുണ്ട്, അതിനോടൊപ്പം തന്നെ മാതാപിതാക്കൾ ചെറിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ചെറിയ നിയമങ്ങൾ വീട്ടിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. സ്നേഹത്തിനോടൊപ്പം തന്നെ ചെറിയ കുസൃതികൾ കാണിക്കുമ്പോൾ നമ്മൾ അവനെ പണിഷ് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ കുഞ്ഞു പ്രശ്നങ്ങളാണ്, കുഞ്ഞു കുസൃതികളാണെങ്കിൽ നമുക്കത് കണ്ടില്ല എന്നടിക്കാം, അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള പണിഷ്മെൻറ്റ്സ് കൊടുക്കുന്നു. ഇതുവഴി കുട്ടിക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ പേരൻറ്റിന് എനിക്ക് വേണ്ടി ചെയ്തു തരാൻ സാധിക്കുന്നത് എന്നുള്ളത്.
അങ്ങനെ അറിയുമ്പോൾ കുട്ടികൾ അമിതമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നില്ല. അവനുള്ള സാഹചര്യത്തിൽ സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ആ കുട്ടിക്ക് വളരാൻ സാധിക്കുന്നു. ഇതിലേതാണ് ഏറ്റവും നല്ല പാരൻറ്റിംഗ് പ്രാക്ടീസ് എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കഴിവതും അതോറിറ്റേറ്റീവ് പാരൻറ്റിംഗ് സ്റ്റൈലിലേക്ക് നമുക്കെല്ലാം നീങ്ങാം. നന്ദി, നമസ്കാരം.